കേരളത്തിൽ തനിക്കെതിരായി മൃഗബലി നടത്തിയെന്ന ആരോപണവുമായാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ വരവ്. കേരളത്തിലെ ക്ഷേത്രത്തിൽ തന്നെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും ലക്ഷ്യമിട്ടാണ് ഇത് നടന്നതെന്നാണ് ശിവകുമാർ പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ശിവകുമാർ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. കയ്യിൽ പൂജിച്ച ചരടുള്ളതിനാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നാണ് ശിവകുമാറിന്റെ പ്രതികരണം. കേരളത്തിൽ തനിക്കെതിരെയും സർക്കാരിനെതിരെയും ചില പൂജകൾ നടത്തി. പൂജകളെ സംബന്ധിച്ച് ചിലർ തന്നെ വിവരം അറിയിച്ചു. കർണാടകയിൽ നിന്നുള്ളവരാണ് പൂജകൾ നടത്തിയതെന്നാണ് ഡി.കെ. ശിവകുമാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ശത്രുഭൈരവി യാഗം നടത്തിയത്. ശത്രുക്കളെ ഇല്ലാതാക്കാൻ പഞ്ചബലിയും നടത്തി. തുടർന്ന് മൃഗബലിയും ഉണ്ടായിരുന്നു. പൂജകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും പൂജകളിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും ശിവകുമാർ എടുത്തു പറഞ്ഞു. അതേസമയം പൂജ ആരാണ് നടത്തിയതെന്ന് വെളിപ്പെടുത്താൻ ഡി.കെ. ശിവകുമാർ തയ്യാറായിട്ടില്ല. പക്ഷേ കർണാടകയിൽ നിന്നുള്ള ആളുകളാണ് പൂജകൾക്ക് പിന്നിലെന്ന് ശിവകുമാർ പറയുന്നുമുണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. അതവർക്ക് വിട്ടുനിൽക്കുന്നു. അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യട്ടെ. വലിയൊരു ശക്തി തന്നെ സംരക്ഷിക്കാനുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരം പരാതികളുമായി ഡി.കെ. വന്നത്. കർണാടകയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം തികയാനിരിക്കെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തിയത്. ദക്ഷിണേന്ത്യയിൽ എൻ.ഡി.എ മുന്നണിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏറ്റവും വലിയ സംസ്ഥാനമാണ് കർണാടക. 1998 മുതൽ ഇങ്ങോട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ എല്ലായ്പ്പോഴും ബി.ജെ.പിക്കൊപ്പം നിന്ന പാരമ്പര്യമാണ് കന്നഡിഗ വോട്ടർമാർക്കെന്ന് കാണാം. കേന്ദ്രത്തിൽ 2 തവണ യു.പി.എ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഈ വോട്ടിംഗ് പാറ്റേൺ കന്നഡിഗർ മാറ്റിപ്പിടിച്ചിട്ടില്ല. സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണത്തിലുണ്ടായ സമയത്തും സ്ഥിതി മറിച്ചല്ല. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2013 അധികാരത്തിൽ വന്ന സിദ്ധരാമയ്യ സർക്കാർ സൗജന്യ അരി വിതരണം പോലുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണമാറ്റത്തിനു വേണ്ടിയായിരുന്നു കന്നഡിഗർ വോട്ട് ചെയ്തത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 28-ൽ 25 സീറ്റ് നൽകി വോട്ടർമാർ മോദി ഭരണത്തിന് തുടർച്ച നൽകി അനുഗ്രഹിച്ചു. തൊട്ടു മുൻ വർഷം കർണാടകയിൽ അധികാരം പിടിച്ച കോൺഗ്രസ് ജെ.ഡി.എസ് സഖ്യ സർക്കാരിനെ ഓപ്പറേഷൻ കമലയിലൂടെ മറിച്ചിട്ട് രാഷ്ട്രീയ അധാർമികത കാണിച്ച ബി.ജെ.പിയോട് ഒരു നീരസവും കന്നഡിഗർ പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കന്നഡിഗരുടെ വോട്ടിംഗ് രീതിക്ക് ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് ഗോദയിലേക്ക് ഇറങ്ങിയത്. സിദ്ധരാമയ്യ സർക്കാർ കാലവിളംബമില്ലാതെ നടപ്പിലാക്കിയ 5 തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരുന്നു കോൺഗ്രസിന്റെ തുറുപ്പുചീട്ട്. വീട്ടമ്മമാർക്ക് 2000 രൂപ പ്രതിമാസം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി, സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കുന്ന ശക്തി പദ്ധതി, 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം 10 കിലോഗ്രാം അരി നൽകുന്ന അന്നഭാഗ്യ പദ്ധതി, ഡിപ്ലോമ ബിരുദധാരികൾക്ക് തൊഴിൽ കണ്ടെത്തും വരെ 4500 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന യുവനിധി പദ്ധതി എന്നിവയാണ് കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പഴറ്റിയ ഹിന്ദുത്വം നന്നായി മൂർച്ച കൂട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ബി.ജെ.പി പ്രയോഗിച്ചു. രാമക്ഷേത്രം, ഹനുമാൻ ധ്വജ, ഹിജാബ്, ടിപ്പു സുൽത്താൻ, വി.ഡി. സവർക്കർ, ഹിന്ദു ആരാധനാലയ ധനവിനിയോഗ ഭേദഗതി നിയമം, നിയമസഭയിലെ പാക് അനുകൂല മുദ്രാവാക്യം, ജാതി സെൻസസ് റിപ്പോർട്ട് തുടങ്ങിയവയെല്ലാം ബി.ജെ.പിയുടെ ആവനാഴിയിലെ അസ്ത്രങ്ങളായിരുന്നു. ഇനിയെല്ലാം ജൂൺ 4-ന് അറിയാം.